ചീസി ചിക്കൻ ഗാർലിക് ബ്രെഡ്. പേര് ഭയങ്കര പേരാണെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത്രയും ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള വേറൊരു ചായര കടി ഈ നോമ്പിന് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തന്നെ പറ. റൂം ടെമ്പറേച്ചറിലെ ബട്ടർ എടുക്കുക, ചോപ്ഡ് ഗാർലിക്, ചോപ്ഡ് കൊറിയാണ്ടർ, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വാവ്, സോ സാറ്റിസ്ഫൈ. ഇത്ര ആയാൽ തന്നെ നമുക്ക് സംഭവം സെറ്റ് ആയി. പക്ഷെ നമുക്ക് നോമ്പിന് കോയിലൊരു മണമെങ്കിലും ഇല്ലാണ്ട് ശരിയാവില്ലല്ലോ. അപ്പൊ ഞാൻ ഇത് ഫ്രൈ ചെയ്ത ബോൺലെസ് ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബ്രെഡ് എടുക്കുക, അതിലേക്ക് മോസറല്ല ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ചീസ് ഇതുപോലെ നിരത്തി വെക്കുക. എന്നിട്ട് ഒരു നൈഫ് എടുക്കുക, ഇതുപോലെ ബട്ടർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ സംഭവം ഇത്രയേ ഉള്ളൂ. പണി കഴിഞ്ഞിട്ടാ ഞാൻ പറഞ്ഞല്ലേ സിമ്പിൾ ആണെന്ന്. ഇനി ഇത് നമുക്ക് ഇത് എടുത്തിട്ട് ഓവനിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ വെച്ചെടുക്കാം. 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും. കുക്കാവാനൊന്നും ഇല്ലല്ലോ. ആ ബട്ടറും ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടല്ലോ. പതക്കുന്നുണ്ടായ കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടാ. നോക്കിയേ. ഇനി എന്താ, ഇത് നമുക്കൊരു സ്റ്റിക്ക് പോലെ കട്ട് ചെയ്തെടുക്കണം. പേര് മാറിയിട്ടാ, ചീസി ചിക്കൻ ഗാർലിക് ബ്രെഡ് സ്റ്റിക്ക്. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലേ സിമ്പിൾ ആണെന്ന്. എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ എന്റെ മക്കളെ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള വേറെ കടിയുണ്ട്. ഗാർലിക്കിന്റെയും ആ ബട്ടറിന്റെയും ചീസിന്റെയും ചില്ലി ഫ്ലേക്സിന്റെയും ഒറിഗാനോന്റെയും ഒക്കെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡ്. അത് നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. എയർ ഫ്രൈയിൽ കൂടി ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വേറെ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടാ. ഈലും സിമ്പിൾ ആയിട്ടുള്ള വേറെ ചായക്കടിയൊന്നും ഇല്ല. അത് വേണമെന്നുണ്ടെങ്കിൽ പഴുത്ത കായ എടുക്കുക, ഉലിയ തിന്നുക.